യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് നാം ഒക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ വ്യക്തമായ സമയമോ കാലമോ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ ജാഗരൂകതയുടെ ദൈവത്തിന് പ്രീതികരമായ ഒരു ജീവിതം നയിക്കുവാൻ നാം ആഹ്വാനം ചെയ്യപ്പെടുകയാണ്. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യം ഇപ്രകാരം പറയുന്നു: നീ ഉണരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെപ്പോലെ വരും. ഏതു സമയത്താണ് ഞാൻ നിന്നെ പിടികൂടുകയെന്ന് നീ അറിയുകയില്ല. അതുകൊണ്ട് അവസാന വിധി ദിവസം നിത്യതയുടെ കവാടം തുറന്നു കിട്ടുവാൻ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമുക്ക് ക്രമപ്പെടുത്താം. ഇന്ന് നമുക്കായി വചനം പങ്കുവയ്ക്കുന്നത് കാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ ബിജിൽ ചക്കിയത്താണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ എപ്രകാരമായിരുന്നുവെന്ന് കേട്ടുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് ചിന്നമ്മ. എൻ്റെ മോൻ്റെ കുഞ്ഞിന് ഭയങ്കര പനിയായിരുന്നു. അപ്പോൾ അവനെ ആശുപത്രി കൊണ്ടുപോയി. നേരത്തിന് ഫിറ്റ്സ് വന്നു. ഇങ്ങനെ ശരീരമെല്ലാം ഇങ്ങനെ വിറച്ച് കണ്ണുമെല്ലാം മേൾപോട്ട് കയറി ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ആശുപത്രി കൊണ്ടുപോയി ആൻറ്റിബയോട്ടിക്കൊക്കെ കൊടുത്തിട്ടൊന്നും കുറയുന്നില്ലായിരുന്നു. അന്നേരം ഞാനിവിടെ വന്ന് 10,000ങ്ങളുടെ മുമ്പിൽ സാക്ഷ്യം പറഞ്ഞാളാ എന്ന് പറഞ്ഞ് നേരുകയും ഈശോയോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി കൊച്ചിൻ്റെ അസുഖങ്ങളെല്ലാം സുഖമായി. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വരുന്ന നിമിഷങ്ങളിൽ കർത്താവിൻ്റെ വചനം ശരിക്കും നമ്മൾ ജീവിതം കൊണ്ട് മറക്കാൻ പാടില്ലാത്തൊരു കാര്യം പഠിപ്പിക്കാൻ പോവാം. ചില കാര്യങ്ങളൊക്കെ നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ചിലതൊക്കെ ഒരിക്കലും മറക്കാതെ മനസ്സിൽ കിടക്കാറുമുണ്ട്. എന്നാൽ നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്ത ചിലതൊക്കെ കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യമാണ് ഇന്നത്തെ വചന ശുശ്രൂഷയിൽ നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഈ വരുന്ന നിമിഷങ്ങളിൽ അവിടുത്തെ വചനം ശ്രവിക്കുന്ന ഈ ഓരോ മക്കളെയും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ഈ വചനത്തിൻ്റെ മുഴുവൻ സന്ദേശം അവിടെ ഹൃദയങ്ങളിലേക്ക് അങ്ങ് നൽകണമേ. ഇവിടെ ഹൃദയത്തെ അടയ്ക്കുന്ന, മനസ്സിനെ അടയ്ക്കുന്ന, കാതുകൾ അടയ്ക്കുന്ന എല്ലാ തിന്മകളിൽ നിന്നും പരിശുദ്ധാത്മാവേ ഈ നിമിഷം തന്നെ ഇവർക്ക് വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ, അതിൻ്റെ പൂർണ്ണമായ ആഴത്തിൽ സ്വീകരിക്കുവാനും അത് ജീവിതത്തിൽ സ്വന്തമാക്കാനും പരിശുദ്ധാത്മാവേ ഈ മക്കൾ ഓരോരുത്തരെയും അനുവദിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഈശോയെ നന്ദി, യേശുവേ മഹത്വം. നമ്മൾ ധ്യാനിക്കുന്ന വചനം വെളിപാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം 7-ാമത്തെ വചനമാണ്. 1-ാം അധ്യായം 7-ാമത്തെ വചനം. വചനം ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്: ഇതാ അവൻ മേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നു, ഓരോ മിഴിയും അവിടത്തെ കാണും. അവനെ കുത്തിമുറിവേൽപ്പിച്ചവരും അവനെ പ്രതി മാറത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവഗോത്രങ്ങളും അവനെ ദർശിക്കും. ആമേൻ.
ഇങ്ങനെയാണ് വചനം എഴുതി വെച്ചിരിക്കുന്നത്. വലിയൊരു ആത്മീയ രഹസ്യമാണ് ഇവിടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ മിഴിയും അവിടത്തെ കാണും. കർത്താവ് വരുമ്പോൾ എല്ലാ മിഴികളും അവിടത്തെ കാണും. ഓരോ മിഴി എന്ന് പറയുമ്പോൾ എല്ലാ മിഴികളും എന്നർത്ഥം. ആരും കർത്താവിനെ കാണാതെ പോകില്ലെന്നർത്ഥം. ശരിയല്ലേ? നമ്മൾ വിചാരിക്കും ഈ ലോക ജീവിതത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ കടന്നു പോകാമെന്ന്. അത് ശരിയായിരിക്കാം. പക്ഷേ ഹെബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഹെബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വചനം. പരിശുദ്ധാത്മാവ് നമ്മളോട് ഇങ്ങനെ സംസാരിക്കുന്നു. 27, 28. മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. വെളിപാടിൻ്റെ പുസ്തകത്തിൽ തന്നെ 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 12-ാമത്തെ വചനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു: ഇതാ ഞാൻ വേഗം വരുന്നു, എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്, ഓരോരുത്തർക്കും സ്വന്തം പ്രവർത്തികൾക്കനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്: കർത്താവിനെ കണ്ടുമുട്ടുന്ന ഒരു ദിവസമുണ്ട്. കർത്താവിനെ കണ്ടുമുട്ടുന്ന ഒരു ദിവസമുണ്ട്. അതെന്നെ ശ്രവിക്കുന്ന ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകലരും ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത വലിയൊരു ആത്മീയ രഹസ്യമാണ്. ഈ ലോക ജീവിതത്തിന് ശേഷം കർത്താവിനെ കണ്ടുമുട്ടുന്ന ഒരു സമയമുണ്ട്. അതിനകത്ത് പറയുന്നില്ലേ, കണ്ണ് കാണാത്തതും കാത് കേൾക്കാത്തതും ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരു സമയത്തെക്കുറിച്ച്. ആ സമയമാണത്. അവിടെ കർത്താവിനെ നമ്മൾ നേരിട്ട് കാണുന്നൊരു സമയമുണ്ട്. പച്ചയായ ഒരു മനുഷ്യനെ നമ്മൾ കാണുന്നത് പോലെ കർത്താവിനെ മുഖാമുഖം നേരിട്ട് കാണുന്നൊരു സമയമുണ്ട്. ആ സമയത്തെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു സമയം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിക്കാൻ തയ്യാറായിട്ടുണ്ടോ? പലതും മറന്നു പോകുന്ന കൂട്ടത്തിൽ, പലതും മറക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ ഇതുമാത്രം നമ്മൾ മറന്നു പോകരുത് എന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. ഒരിക്കലും മറക്കാൻ പാടില്ല. കാരണം കർത്താവിനെ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു സമയമുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഇതാ ഞാൻ വേഗം വരുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് മുമ്പായിരിക്കും സമയം എന്നർത്ഥം. നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാളും എങ്ങനെയായാലും ഒരു ദിവസം മുമ്പായിരിക്കും നമ്മളൊക്കെ കർത്താവിനെ കണ്ടുമുട്ടാൻ പോകുന്നത്. ഇതാ ഞാൻ വേഗം വരുന്നു, എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. സമ്മാനവും കൊണ്ടാണ് കർത്താവ് വരുന്നത്. എന്നിട്ട് കൂട്ടിച്ചേർക്കുന്നു, ഓരോരുത്തർക്കും സ്വന്തം പ്രവർത്തികൾക്കനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. ഓരോരുത്തർക്കും. ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ കർത്താവ് വരുന്നത് പ്രതിഫലം കൊണ്ടാണ് വരുന്നത്. അപ്പോൾ കർത്താവിൻ്റെ വരവിനും അവനെ കണ്ടുമുട്ടുമ്പോഴും ഒക്കെ ചില കാര്യങ്ങൾ അവിടെ തന്നെ സംഭവിക്കുന്നുണ്ട്. കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ കർത്താവ് വരുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തികൾക്കനുസരിച്ചുള്ള പ്രതിഫലവുമായിട്ടാണ്. അപ്പോൾ നമുക്ക് തരാൻ എന്തോ കർത്താവിൻ്റെ കയ്യിലുണ്ടെന്നർത്ഥം അല്ലേ? ബർത്ത്ഡേക്കൊക്കെ വീട്ടിൽ ബർത്ത്ഡേ ആഘോഷത്തിന് പലരെ ക്ഷണിക്കുമ്പോൾ അവർ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വരുന്നത് അല്ലേ? ഇപ്പം ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും 1 വയസ്സ് പോലും തികയാത്ത കുഞ്ഞുങ്ങളുടെ 1ാമത്തെ ബർത്ത്ഡേക്ക് അങ്ങോട്ട് ആഘോഷമൊക്കെ ആകുന്നതിന് മുമ്പ് തന്നെ കളിപ്പാട്ടങ്ങളും കളിക്കോപ്പുകളും അവർക്ക് അവരെക്കാളും 3 ഇരട്ടി വലിപ്പമുള്ള ടെഡ്ഡി ബേഴ്സൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ചില കുഞ്ഞുങ്ങൾക്ക് എഴുന്നേറ്റ് പോലും നിൽക്കാൻ പറ്റുന്നില്ല. അവർക്ക് 4-5 വയസ്സിൽ പ്രായത്തിലുള്ള പിള്ളേർക്ക് കൊടുക്കുന്ന സാധനങ്ങളാണ് ഇപ്പോൾ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കർത്താവ് നമ്മളെ കണ്ടുമുട്ടുമ്പോൾ, കർത്താവ് നമ്മളെ കാണുമ്പോൾ കർത്താവിൻ്റെ കൈകളിലും തരാനൊന്നുണ്ട്. അതെന്താണെന്നാണ് വചനം പറയുന്നത്? നിന്റെ പ്രവർത്തികൾക്ക് അനുസരിച്ചുള്ള പ്രതിഫലം കർത്താവ് കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ കർത്താവ് തരുന്നത് എന്തൊക്കെയാണ് എന്ന് ആത്മശോധന ചെയ്യണമേ. സ്വന്തം ജീവിതത്തെയും ജീവിതത്തിൻ്റെ പ്രവൃത്തികളെയും ആത്മശോധന ചെയ്യാൻ മതി. ഈ പ്രവൃത്തി ഞാൻ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഞാൻ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന, ഞാൻ ഇന്ന് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിരിക്കുന്ന പ്രവൃത്തികൾക്കനുസരിച്ചുള്ള പ്രതിഫലമാണ് കർത്താവ് തരാൻ പോകുന്നത്. ചിലവരൊക്കെ ഇപ്പോഴേ പറയുന്നുണ്ടാകും,
അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ ഗിഫ്റ്റ് വേണ്ട. ചിലരിപ്പോഴെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, അങ്ങനെയാണെങ്കിൽ എന്ത് ദുരന്തമായിരിക്കും ഞാൻ സ്വീകരിക്കാൻ പോകുന്ന പ്രതിഫലത്തിലുള്ളത്, അല്ലേ? ചിലപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ട് ബർത്ത്ഡേക്കൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചില ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നത്. വലിയ ബോക്സൊക്കെ ഉണ്ടാക്കും, അതിങ്ങനെ തുറന്ന് അവസാനം ചെല്ലുമ്പോൾ ഒരു മുട്ടുസൂചിയൊക്കെ ആയിരിക്കും അതിനകത്തുള്ളത്. എനിക്കറിയാം, ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതുപോലെ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്ത ജീവനുള്ളൊരു തവള ഉള്ളി വെച്ചിട്ട് ഇങ്ങനെ ബോക്സിലാക്കി പൊതിഞ്ഞ് അവസാനം നിങ്ങൾ തുറന്ന പൊടി തവള എടുത്ത് ഒറ്റ ചാട്ടം. പേടിച്ചു പോയില്ലേ? കണ്ടോ? ഇതുപോലെ ചിലരൊക്കെ ഗിഫ്റ്റ് കാണുമ്പോൾ പേടിക്കാൻ വഴിയുണ്ട്, ചിലരൊക്കെ ടെൻഷൻ അടിക്കാൻ വഴിയുണ്ട്, ചിലരൊക്കെ പ്രതീക്ഷിച്ചതിനനുസരിച്ചുള്ള പ്രതിഫലം കിട്ടാതെ പോകാനും സാധ്യതയുണ്ട്, അല്ലേ? പൊളിച്ചു വരുമ്പോൾ അവസാനം കയ്യിൽ പിടിക്കാനുള്ള ഗിഫ്റ്റ് പോലും കിട്ടുമെന്ന് അറിയത്തില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതിനനുസരിച്ചുള്ള പ്രവൃത്തികളാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം അടിവരയിട്ട് പഠിപ്പിക്കുന്നു, പ്രിയപ്പെട്ടവരെ, കർത്താവിന് ഒരു ദിവസമുണ്ട്. അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 12-ാമത്തെ വചനത്തിലേക്ക് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നു. അത് തന്നെയാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വചനം. അതിങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. 2:12. കർത്താവിന് ഒരു ദിനമുണ്ട്, അഹന്തയും ഉന്നത ഭാവവുമുള്ള എല്ലാറ്റിനും എതിരായ ദിനം. അപ്പോൾ ആ ദിനത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ മറ്റൊരു പ്രത്യേകതയുണ്ട്. എന്തെല്ലാം കർത്താവിന് ചേരാത്തതുണ്ടോ അതിനൊക്കെ എതിരായ ഒരു ദിനമാണ്. ഷാർപ്പായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. നോക്കിക്കേ, യെശയ്യാ 2:12. കർത്താവിന് ഒരു ദിനമുണ്ട്. നമ്മൾ പറയാറില്ലേ, എനിക്കുണ്ടട ഒരു ദിവസം, അല്ലേ? മറ്റു പല കൂട്ടിച്ചേർത്തിട്ട് പറയും, എല്ലാവർക്കും ഉണ്ടട ഒരു ദിവസം, എനിക്കും വരോട് ഒരു ദിവസം, അന്ന് ഞാൻ കാണിച്ചു തരാടാ. ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പറയും, നീ അങ്ങനെ രക്ഷപ്പെടാമെന്നൊന്നും വിചാരിക്കൊന്നും വേണ്ട, എനിക്കുണ്ടോ ഒരു ദിവസം, എനിക്കും വരോട് ഒരു സമയം, അപ്പം ഞാൻ കാണിച്ചു തരാടാ എന്നൊക്കെ വെല്ലുവിളിക്കാറില്ലേ നമ്മൾ? അങ്ങനെ വെല്ലുവിളിച്ച് ആത്മീയ മരവിപ്പിൻ്റെയും ആത്മാവിൻ്റെ കൃപ ചോർത്തിക്കളയുന്ന പ്രവൃത്തികളുടെയും ബന്ധനത്തിൽ നമ്മൾ കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു, കർത്താവിനുമുണ്ടൊരു ദിവസം. അന്നെന്താ സംഭവിക്കാൻ പോകുന്നതെന്നറിയാവോ? നമ്മൾ എന്തിനെക്കുറിച്ചൊക്കെ ഈ കൊച്ചു ജീവിതത്തിൽ അഹങ്കരിച്ചുവോ, അഹന്തയോടെ പെരുമാറിയോ, അഹങ്കാരം എന്ന് പറയുന്ന കർത്താവിനെ മാറ്റി നിർത്തി ചിന്തിക്കും തന്നെയാണ്. ഞാനാണ് എല്ലാം തികഞ്ഞവനാണ് ഞാൻ, എനിക്ക് ദൈവത്തെ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നവനാണ് അഹങ്കാരി. എന്ന് പറഞ്ഞാൽ കർത്താവ് പറയുന്നു, സകല അഹന്തയും ഉന്നത ഭാവവുമുള്ള എല്ലാറ്റിനും എതിരായ ദിനം എന്ന് പറഞ്ഞാൽ കർത്താവിനെ നീ മാറ്റി നിർത്തി ചിന്തിച്ചിട്ടുള്ള സകലതിനും എതിരായ ഒരു സമയമുണ്ട്. അപ്പനെ സ്നേഹിക്കാതിരുന്നപ്പോൾ, അമ്മയെ സ്നേഹിക്കാതിരുന്നപ്പോൾ, കൂദാശകൾക്ക് ജീവിതത്തെ വിട്ടുകൊടുക്കാതിരുന്നപ്പോൾ, ഒരു വിശുദ്ധ ജീവിതം നയിക്കാതിരുന്നപ്പോൾ ഒക്കെ എന്നാ സംഭവിച്ചുകൊണ്ടിരുന്നത്? നിന്റെ അഹങ്കാരത്തിനനുസരിച്ചാണ് നീ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പനെതിരെ പറഞ്ഞാൽ എന്നാ കുഴപ്പം, അപ്പനെ മാറ്റി നിർത്തിയാൽ എന്നാ കുഴപ്പം, അപ്പനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയാൽ എന്നാ കുഴപ്പം, അമ്മയ്ക്കെതിരെ കയ്യോങ്ങിയാൽ എന്നാ കുഴപ്പം, അമ്മയെ തെറി വിളിച്ചാൽ എന്നാ കുഴപ്പം എന്നൊക്കെ നീ പറഞ്ഞിട്ടില്ലേ? എനിക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കും, എന്നെ ആരാ നിയന്ത്രിക്കാൻ? ഞാൻ വേണമെന്ന് വെച്ചാൽ കുടിക്കും, ഞാൻ കാശുണ്ടാക്കുന്നു, ഞാൻ അധ്വാനിക്കുന്നു, ഞാൻ ചെലവഴിക്കുന്നു, ഇതാരാ ചോദിക്കാൻ എന്നൊക്കെ നീ പറഞ്ഞിട്ടില്ലേ? എന്തിനെക്കുറിച്ചൊക്കെ നീ അഹങ്കരിച്ചുവോ, ഏതൊക്കെ മേഖലകളിൽ ദൈവത്തെ മാറ്റി നിർത്തി നീ ചിന്തിച്ചുവോ, അതിനൊക്കെ എതിരായ ദിവസത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നേ. വിശുദ്ധി ജീവിച്ചില്ല, ഇപ്പം എന്നാ കുഴപ്പം? പാപം ചെയ്താൽ എന്നാ കുഴപ്പം? പള്ളി പോയില്ലെങ്കിൽ എന്നാ കുഴപ്പം? ഇതൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ ഒരു അഹങ്കാരത്തിൻ്റെ ധ്വനി എന്നിലില്ലേ? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ, കർത്താവിൻ്റെ ദിനത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നേ? അഹന്തയും ഉന്നത ഭാവവുമുള്ള എല്ലാറ്റിനുമെതിരായ ദിവസം. അന്നൊരഹങ്കാരവും നടക്കില്ല. അന്ന് നീ എന്തിനെക്കുറിച്ചൊക്കെ അഹങ്കരിക്കുന്നു? നിന്റെ സമ്പത്തോ, നിന്റെ സൗകര്യങ്ങളോ, നിന്റെ മക്കളോ, നിന്റെ തലമുറകളോ, നിന്റെ ഡോക്ടറേറ്റോ, നിന്റെ വിദ്യാഭ്യാസമോ, നിന്റെ ആസ്തിയോ, എന്തിനെക്കുറിച്ചായിക്കൊള്ളട്ടെ, എന്തിനെക്കുറിച്ചൊക്കെ നീ അഹങ്കരിക്കുന്നുവോ അതൊക്കെ തകർന്നു വീഴുന്ന ഒരു നിമിഷത്തെക്കുറിച്ചും സമയത്തെക്കുറിച്ചുമാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്. അതാണ് കർത്താവിൻ്റെ ദിനം, അതാണ് ദാണ്ടെ വേഗം വരുന്നു എന്ന് കർത്താവ് പറയുന്നേ. പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും കള്ളൻ വരുന്നത് എന്നല്ലേ വചനം പറയുന്നേ.
നമ്മൾ ആഗ്രഹിക്കാത്ത സമയത്തായിരിക്കും അവൻ വരുന്നതെന്നല്ല പറയുന്നത്. ഇതുപോലെയാണ് ആ സമയം വരാൻ പോകുന്നത്. പക്ഷെ കർത്താവിനൊരു സമയമുണ്ട്. നാളത്തെ സൂര്യൻ ഉദിക്കുമോ ഇല്ലയോ ഒരു ഗ്യാരണ്ടിയില്ല. പക്ഷെ ഒരു കാര്യം ഗ്യാരണ്ടിയാണ്, കർത്താവിനൊരു ദിവസമുണ്ട്. നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ഞാനൊരു ജീവിതം നയിച്ച് മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് പറയുന്നു, നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ ജീവിച്ചോ, എനിക്കുമുണ്ട് ഒരു ദിവസം, എനിക്കുമുണ്ടൊരു ദിവസം. എന്നിട്ട് വചനം കൂട്ടിച്ചേർക്കുകയാണ്. 17-ാമത്തെ വചനത്തിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു, മനുഷ്യൻ്റെ അഹങ്കാരത്തിന് അന്ന് അറുതി വരും, ഗർവിഷ്ഠൻ വിനീതനാക്കപ്പെടും, അന്ന് കർത്താവ് മാത്രം ഉയർന്നു നിൽക്കും. കണ്ടോ, അത് കണക്ക് ബോധിപ്പിക്കുന്ന ഒരു സമയമാണ്. അതാണല്ലോ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലും അതോടൊപ്പം തന്നെ 2 കോരിന്തോസ് 5-ാം അധ്യായം അതിൻ്റെ 15-10 വചനത്തിലും എഴുതി വെച്ചിരിക്കുന്നത്. 2 കോരിന്തോസ് 5:10 വചനം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, എന്തെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മതിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ വരണം. കണ്ടോ, സമയം കറക്റ്റാ, ഉറപ്പാ. സംഭവിക്കാൻ പോകുന്ന കാര്യമോ വരണം. അതാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. റോമ 14:12 പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് ഇതേ കാര്യം തന്നെ. എത്ര കൃത്യമായിട്ടാണ് നോക്കിക്കേ. ആകയാൽ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഒരു സമയമുണ്ടെന്നേ അല്ലേ നമ്മൾ പറയാറ്, എല്ലാത്തിനും ഒരു സമയമുണ്ട്. വചനം തന്നെ പറയുന്നത് എല്ലാത്തിനും ഒരു സമയമുണ്ട്. വിതയ്ക്കാനും കൊയ്യാനും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ജീവിക്കാനും മരിക്കാനും അല്ലേ, എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സമയം കൂടിയുണ്ട്. ആർക്ക്? ദൈവത്തിന്. കർത്താവിനൊരു സമയമുണ്ട്. ഞാനും നിങ്ങളൊക്കെ പച്ചയോടെ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു സമയമുണ്ട്. ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ ആ സമയത്തെക്കുറിച്ചൊക്കെ? അല്ലേ, നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ സ്വപ്നങ്ങൾ കാണാറില്ലേ? പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, IELTS എഴുതുന്നവർ, ഇവരൊക്കെ സ്വപ്നം കാണുന്ന തന്നെ വിദേശത്ത് പോകുന്ന കാര്യം, അമേരിക്ക പോകുന്ന കാര്യം, ഇതൊക്കെ സ്വപ്നം കാണാറില്ലേ? വിശുദ്ധരൊക്കെ സ്വപ്നം കണ്ടൊരു ദിവസമാണ് കർത്താവിനെ കണ്ടുമുട്ടുന്ന ഒരു ദിവസം. രക്തസാക്ഷികളൊക്കെ സ്വപ്നം കണ്ടൊരു സമയമാണ് കർത്താവിനെ മുഖാമുഖം കാണുന്നൊരു സമയം. അതിനുവേണ്ടിയാ അനേകം വിശുദ്ധർ ദാഹിച്ചത്. പല വിശുദ്ധരും മരണത്തിൻ്റെ സമയത്ത് പറഞ്ഞു തന്നെ, കർത്താവേ, എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ ആശ്ലേഷിക്കുവാൻ ആഗ്രഹിച്ചിരുന്ന കർത്താവിനെ ഇതാ ഞാൻ കണ്ടുമുട്ടാൻ പോകുന്നു. ആ സമയം അങ്ങോട്ട് അടുത്തപ്പോൾ ആത്മാവിൽ ആനന്ദിക്കുകയാ. ഒരിക്കലും ആത്മീയ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരു മനുഷ്യൻ, ആത്മാവിൻ്റെ കാര്യത്തെക്കുറിച്ച് അല്പമെങ്കിലും കരുതലുള്ളൊരു മനുഷ്യൻ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് കർത്താവിനെ കണ്ടുമുട്ടുന്ന ഒരു സമയം നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ സകലരുടെയും ജീവിതത്തിലുണ്ട് സർവശക്തനായ ദൈവത്തെ കണ്ടുമുട്ടുന്ന സമയം. നമ്മുടെ പ്രവർത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുന്നവനായ ദൈവത്തെ തന്നെ കണ്ടുമുട്ടുന്ന സമയം. ഈ സമയം ഉറപ്പാണ്. നമുക്കും പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവേ, ഈ സമയത്തിൽ ഞങ്ങൾ എന്തിനെക്കുറിച്ചൊക്കെ ഈ ലോക ജീവിതത്തിൽ അഹങ്കരിച്ചോ അതൊക്കെ തമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എളിമപ്പെടുത്തുന്നതിന് കാരണമാകുന്നെങ്കിൽ ഈ കൊച്ചു ജീവിതത്തിൽ അങ്ങയുടെ മുഖം കാണാൻ, വരാനിരിക്കുന്ന ലോകത്ത് അങ്ങേ മുഖം കാണണമെങ്കിൽ ഈ കൊച്ചു ജീവിതത്തിൽ കുറേ മേഖലകളിൽ ഒന്ന് എളിമപ്പെടുവാൻ, ഒന്ന് വിട്ടുകൊടുക്കാൻ, ഒന്ന് താന്നു കൊടുക്കുവാൻ, എന്തൊക്കെ ഈ കൊച്ചു ജീവിതത്തിൽ നീ ദൈവത്തെ പ്രതി എളിമപ്പെട്ടിട്ടുണ്ടോ അത് മാത്രമായിരിക്കും ദൈവസന്നിധിയിൽ നമ്മളെ മുഖത്തേക്ക് മുഖം നോക്കാൻ അനുവദിക്കുന്നത്. പരിശുദ്ധാത്മാവെ, നമ്മെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കേ. തുടർന്ന് വരുന്ന ആരാധനയുടെ സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ കണ്ടുമുട്ടുന്ന ദിനത്തിൽ വിശുദ്ധിയോടെ നിൽക്കുവാൻ, വിശുദ്ധിയുടെ വെള്ളവസ്ത്രം ധരിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കേ. അതിന് തടസ്സം നിൽക്കുന്നതൊക്കെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ അനുഗ്രഹത്തിനും വിശുദ്ധീകരണത്തിനും ഈ ഒരു ആത്മീയ ബോധ്യം നമുക്കും അനേകർക്കും ലഭിക്കാൻ വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്നു പാടും ആരാധന ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക്
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ രണ്ടും തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ ജീവിക്കുന്ന കർത്താവ്. ഇപ്പോൾ നമ്മൾ ഈ അപ്പത്തിൽ ഈശോയെ അവൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നത് പോലെ തന്നെ ഇതുപോലെ അവനെ കണ്ടുമുട്ടുന്നൊരു സമയമുണ്ടെന്ന് വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി. അവനെ മുഖാമുഖം കാണുന്ന ഒരു സമയം. ആ സമയത്തിൽ വചനം പറയുന്നു, നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ച് നമ്മൾ വിധിക്കപ്പെടുന്ന സമയം കൂടിയാണ്. എബ്രായ 9:27 നമ്മൾ വചനത്തിലൂടെ കേട്ടു. മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണമെന്ന് ആദിയിലുള്ള നിയമമാണ്. പിന്നെ വിധിയുടെ സമയമാണ്. കർത്താവിനെ കണ്ടുമുട്ടുന്ന സമയത്ത് ഇതുപോലെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാനുള്ള യോഗ്യതയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ യോഗ്യതകളെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈശോയെ ആ മേഖലയിൽ എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ പെരുമാറ്റം, എൻ്റെ ജീവിതത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്ന ഏതെങ്കിലും കർത്താവെ അങ്ങ് തരുന്ന പ്രതിഫലം സ്വീകരിക്കുന്നതിന് എന്നെ അർഹനാക്കാത്ത വിധത്തിലുണ്ടെങ്കിൽ ആ മേഖലകളൊക്കെ വിശുദ്ധീകരണം തരണമെന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കാം. കരങ്ങൾ രണ്ടും തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് നമ്മുടെ അവസ്ഥകൾ നമുക്കറിയാം. നമ്മൾ കടന്നു പോകുന്ന പാപത്തിൻ്റെ മേഖലകൾ, അശുദ്ധിയുടെ മേഖലകൾ, വിശുദ്ധീകരണം നടക്കേണ്ട മേഖലകൾ ഒക്കെ നമുക്കറിയാം. അതെല്ലാം കർത്താവിന് കൊടുത്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ച് വിധിക്കുന്നവനായ കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെ നമ്മൾ നിൽക്കുന്നത് ഇവനെയാണ് നമ്മൾ അവസാന നിമിഷം കണ്ടുമുട്ടാൻ പോകുന്നത്. കർത്താവെ, ഈ നിമിഷം അങ്ങയുടെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ ഞങ്ങളിൽ ഒരു വിശുദ്ധീകരണത്തിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയെ കണ്ടുമുട്ടുമ്പോൾ ഞങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് അങ്ങ് ഞങ്ങളെ വിധിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. കർത്താവെ, അങ്ങ് വിധിയാളനായി കടന്നു വരുമ്പോൾ ഞങ്ങളുടെ പ്രവൃത്തികൾ വിശുദ്ധമായ പ്രവൃത്തികളായി മാറട്ടെ. ഞങ്ങളെ എപ്പോഴും അങ്ങ് കണ്ടുമുട്ടിയാലും ആ സമയത്ത് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. കർത്താവെ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആ കർത്താവെ, ഞങ്ങളെ അഭിഷേകം ചെയ്ത് ഉയർത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ശിരസ് നമിക്കാം. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവെ, ദൈവസന്നിധിയിൽ അങ്ങയെ കാണുമ്പോൾ തല ഉയർത്തി നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ കർത്താവെ, ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ ഞങ്ങൾക്ക് വിശുദ്ധീകരണം സംഭവിക്കേണ്ടതുണ്ടെങ്കിൽ ആ മേഖല വിശുദ്ധീകരണം ഏറ്റെടുക്കുവാനുള്ള ശക്തി തരണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കാം. എന്തൊക്കെ ഓർത്ത് നീ ഈ ജീവിതത്തിൽ അഹങ്കരിക്കുന്നുണ്ടോ, വചനത്തിലൂടെ പറഞ്ഞില്ലേ, അതൊക്കെ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ തല താഴ്ത്തുന്നതിന് കാരണമായിട്ട് മാറും. എന്തിനെയൊക്കെ ഓർത്ത് ഈ ദിവസങ്ങളിലും ഈ ജീവിതകാലത്തിലും അഹങ്കരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ദൈവത്തെ മാറ്റി നിർത്തി നീ ജീവിക്കാൻ തീരുമാനമെടുക്കുന്നുണ്ടോ, ആ മേഖലകളൊക്കെ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ കണക്ക് കൊടുക്കേണ്ട അവസരങ്ങളാണെന്ന് വചനം നമ്മൾ ഓർമ്മിപ്പിച്ചു. കർത്താവെ, ഒത്തിരി വിശുദ്ധീകരണം നടക്കേണ്ട മേഖലകളുണ്ട്. അങ്ങയെ കണ്ടുമുട്ടുമ്പോൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കാൻ ബലമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒത്തിരി സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ആ മേഖലകളിലൊക്കെ ഒരു ശക്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും താഴ്ന്ന സ്വരത്തിൽ ഈശോയെ ഹൃദയം കൊണ്ട് ജീവിതം കൊണ്ട് ഏറ്റെടുത്ത് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഈശോയെ, ഹൃദയം കൊണ്ട് ജീവിതം കൊണ്ടും അങ്ങയെ കണ്ടുകൊണ്ട് ഈ മക്കൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയെ തന്നെയാണല്ലോ ഞങ്ങൾ കണ്ടുമുട്ടാൻ പോകുന്നത്. ഈശോയെ, അന്ത്യവിധിയിലും അതോടൊപ്പം തന്നെ ഞങ്ങൾ മരണസമയത്തൊക്കെ ഞങ്ങൾ കണ്ടുമുട്ടുന്നത് അങ്ങയാണെന്ന് വചനത്തിലൂടെ അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈശോയെ, അതിനുള്ള ബലം ഞങ്ങൾക്ക് തരണമേ. അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാനുള്ള ശക്തി തരണമേ. ആ ശക്തി നഷ്ടപ്പെടുത്തി കളയുന്ന, ചോർത്തിക്കളയുന്ന ഏതെങ്കിലും മേഖലകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, അഹങ്കാരത്തിൻ്റെ മേഖലകളോ അഹന്തയുടെ മേഖലകളോ വിശുദ്ധീകരണം നടക്കേണ്ട മേഖലകളോ അഭിഷേകത്തിന് തടസ്സം നിൽക്കുന്ന ഏതെങ്കിലും മേഖലകളോ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണെങ്കിൽ ഈ നിമിഷം തന്നെ യേശുനാമത്തിൽ അതൊക്കെ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവിൻ്റെ രക്തത്താൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അഭിഷേകത്തിന് തടസ്സം നിൽക്കുന്നതൊക്കെ വെട്ടിമാറ്റാനുള്ള ശക്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. കർത്താവെ, പൗരോഹിത്യത്തിൽ തന്നിരിക്കുന്ന അധികാരത്തോടെ ഈ മക്കളെയും ഇവരുടെ കുടുംബങ്ങളെയും യേശു നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ആശീർവദിക്കുന്നു. അത്ഭുതകരമായ വിടുതലുകളും അഭിഷേകവും ഈ നിമിഷം തന്നെ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.